നമസ്കാരം. ഗ്യാസ് ട്രബിൾ, അസിഡിറ്റി, വയറിലെ പ്രശ്നങ്ങൾ, ഇതുപോലുള്ള ഒട്ടനവധി ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള ഒരു ഉത്തമ പരിഹാര മാർഗമാണ് വളരെ ഇത്തിരി കുഞ്ഞനായിട്ടുള്ള അയമോദകം എന്നുള്ളത്, അല്ലെങ്കിൽ അജ്വൈൻ എന്നുള്ളത്. ജീരകം പോലെ തന്നെ വളരെ ചെറിയൊരു വിത്താണ്. അപ്പോൾ ഇത് നമുക്ക് ഒരുപാടേറെ ദഹന പ്രശ്നങ്ങൾക്ക്, അല്ലെങ്കിൽ നമ്മുടെ വയറിനുണ്ടാവുന്ന ഒത്തിരി പ്രശ്നങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒന്നുകൂടിയാണ്. പലതും നമ്മുടെ കിച്ചണിലുള്ള കാര്യങ്ങളാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില ഔഷധ ഗുണമുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ തന്നെ. തീരെ കുഞ്ഞനായ ഈ അയമോദകത്തിന് ഒരു പ്രത്യേക ഗന്ധവും കൂടിയാണ്. അപ്പോൾ ഇത് തന്നെ ഉപയോഗിച്ചിട്ട് നമ്മുടെ വയറും വണ്ണവും ഒക്കെ കുറയ്ക്കാൻ പറ്റുന്ന നല്ലൊരു വെയിറ്റ് ലോസ് ഡ്രിങ്ക് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അതൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾ ഉണ്ടാക്കാൻ വിചാരിച്ചില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. കാരണം അത് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കത് പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതിന് സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ നല്ലൊരു ഡ്രിങ്കാണിത്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ മറക്കാണ്ട് കൊടുക്കാം. നിങ്ങൾ കണ്ടു നോക്കുക. ഇനി അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങളിത് അല്പമെങ്കിലും ദിവസത്തിൽ കഴിക്കുന്നതോ അല്ലെങ്കിൽ ഇത് ഭക്ഷണത്തിൽ ഏതെങ്കിലും രീതിയിൽ ഉപയോഗിക്കുന്നതോ ഒക്കെ തന്നെ നല്ലതായിരിക്കും. അതുപോലെ നമ്മൾ ചില ഗ്യാസ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കഴിക്കാറുണ്ടല്ലോ, ഉരുളക്കിഴങ്ങ് പോലുള്ളതൊക്കെ. അങ്ങനെയുള്ളവയിലൊക്കെ ചെറിയ രീതിയിൽ ഇതൊന്ന് ചേർത്ത് കഴിഞ്ഞാൽ ആ ഒരു ഗ്യാസ്ട്രിക് പ്രശ്നങ്ങളൊക്കെ തന്നെ മാറ്റി കിട്ടാൻ സഹായിക്കും. ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ ചർമ്മത്തിനും വളരെ നല്ല ഒരു ഔഷധം തന്നെയാണ്. അതുപോലെ തന്നെ സ്ത്രീകളിൽ ആർത്തവ സമയത്തുണ്ടാവുന്ന വേദന കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ചില ഹോർമോൺ ഇഷ്യൂസിനൊക്കെ തന്നെ ഒരു പരിഹാരക മാർഗമായിട്ട് ഇത് ഉപയോഗപ്പെടുത്താറുണ്ട്. അതുപോലെ നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസിനെ പുറന്തള്ളപ്പെടാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ആയുർവേദ മരുന്നിലെ ഒരു പ്രധാന ചേരുവയാണ് കേട്ടോ ഇത്. നമ്മൾ വൈറസ് സംബന്ധമായ ചില അസുഖങ്ങൾക്കൊക്കെയുള്ള മരുന്നുകളിലൊക്കെ പ്രധാന ചേരുവയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കഫ സംബന്ധമായിട്ട് നമുക്ക് കഫം കൂടിയിട്ടുണ്ടാവുന്ന കുഞ്ഞുങ്ങളിലൊക്കെ ചെസ്റ്റിൽ കഫം നിറഞ്ഞിട്ട് ഒരു കുറുകലുണ്ടാവുമല്ലോ ശ്വാസം വലിക്കും. ആ സമയത്തൊക്കെ തന്നെ നമുക്കിത് പോകാൻ വേണ്ടി ചില സമയത്ത് ഈ അയമോദകം തന്നെ ഒരു പാനിലിട്ടിട്ട് എണ്ണ ഒഴിക്കാതെ ഒന്ന് ചൂടാക്കി എടുത്ത് അതൊരു പൊട്ടലി, അതായത് പൊട്ടലി എന്ന് പറയുമ്പോൾ മറ്റൊന്നല്ല, കോട്ടൺ ക്ലോത്തിൽ നമ്മളൊരു കിഴി പോലെ കെട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ചെറിയ ചൂടോട് കൂടി തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ പുറത്തും നെഞ്ചിലും ഒക്കെ തന്നെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് വളരെ നല്ലതാണ്. കഫത്തെ അലിയിച്ച് കളയാനും ഒക്കെ സഹായിക്കും. അവർ ബ്രീത്തിങ് ഈസിയാക്കും. അതുപോലെ ആസ്മ രോഗികൾക്കൊക്കെ വളരെ നല്ലതാണ്. ബ്ലോട്ടിംഗ് ഉള്ള കേസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാൻ നല്ലതാണ്. പിന്നെ പുരുഷന്മാരിൽ ഇത് ഇൻഫെർട്ടിലിറ്റി ഉള്ള ആളുകളാണ്, സ്പേം കൗണ്ടൊക്കെ കുറവുള്ളവരാണെങ്കിൽ അവരൊന്നും ഉപയോഗിക്കണ്ട കേട്ടോ. അങ്ങനെയുള്ളവർക്ക് ഉപയോഗിക്കുന്നത് അത്ര തന്നെ സേഫ് അല്ല. ഇത് പൗഡർ രൂപത്തിലൊക്കെ ആണെങ്കിൽ ഒരു 1 മുതൽ 3 ഗ്രാം വരെയൊക്കെ തന്നെയും, അല്ലെങ്കിൽ ഓയിലാണെങ്കിൽ ഒരു 1 മുതൽ 3 ഡ്രോപ്പ് വരെയും ഒരു കഷായം പോലെ നമ്മൾ ഡിക്കോക്ഷൻ വെച്ചിട്ട് തിളപ്പിച്ച് കുടിക്കുന്നൊക്കെ ആണെങ്കിൽ ഒരു 15 മുതൽ 30 മില്ലി വരെയൊക്കെ തന്നെ നമുക്ക് ഒരു ദിവസത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റും. അജമോദാത്തു ശൂലോഗ്നി തിക്ത ഉഷ്ണ കഫവാതചിത് എന്ന് പറയുന്നുണ്ട്. അതായത് ഞാൻ പറഞ്ഞതുപോലെ കഫദോഷങ്ങൾ ഉള്ളവർക്കും അതുപോലെ ദേഹത്ത് വേദന കൂടുതലുള്ളവർക്കും ഒക്കെ തന്നെ നമുക്ക് വളരെ സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് അയമോദകം. ഹിക്ക ആത്മാന അരിജിർ ഹന്തി ക്രിമിജിത് വക്നി ദീപനി എന്നുള്ളതും അയമോദകത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് നമ്മുടെ വയറിനകത്ത് ചിലക്ക് ഭക്ഷണത്തിനോടൊക്കെ ഒരു വിരക്തി ഉണ്ടാവും, ഒന്നിനും ടേസ്റ്റ് ഇല്ല എന്നുള്ള തോന്നൽ, അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ്. അതുപോലെ അഗ്നിദീപ്തി ഉണ്ടാക്കാൻ, നമുക്ക് വിശപ്പിൻ്റെ പ്രശ്നങ്ങളൊക്കെ, വിശപ്പില്ലായ്മയൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള കേസൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് അത് ഉപയോഗപ്പെടുത്താം. ഒരു 10 ഗ്രാം അയമോദകമാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 40 മില്ലി വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. അപ്പോൾ ഇത് എന്ത് കാര്യമായാലും ഒരു പരിധിയിൽ കൂടുതൽ ഉപയോഗിക്കേണ്ട. കാരണം ഒരു ഉഷ്ണ ഗുണമുള്ളത് കൊണ്ട് തന്നെ കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്തേണ്ട ആവശ്യമില്ല. മിതമായ രീതിയിൽ ഉപയോഗിച്ചാൽ ഒരുപാടേറെ അത്ഭുത ഗുണങ്ങളുള്ള ഒരു വിശേഷപ്പെട്ട വിത്താണ് അയമോദകം എന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് മുൻപ് ഞാനൊരു വീഡിയോയിൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എങ്കിലും അതിൽ പറയാത്ത കുറച്ച് കാര്യങ്ങളും കൂടെ ചേർത്തിട്ട് തയ്യാറാക്കിയിട്ടുള്ളൊരു വീഡിയോ ആണ്. തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു കുഞ്ഞു വീഡിയോ ആയിരിക്കും. ലിങ്ക് കൊടുത്തിട്ടുണ്ട്, മറക്കരുതേ കണ്ടു നോക്കാൻ. അപ്പം ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു വിഷയമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.